ആദ്യം സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ഗുണ്ടകൾക്കെതിരെ കർശന നടപടിക്ക് DGP നിർദ്ദേശിച്ചതിന് പിന്നാലെ കൊച്ചിയിലെ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പി സാബുവിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറങ്ങി. സാബുവിനൊപ്പം ഉണ്ടായിരുന്ന 3 പോലീസുകാർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാകും. സാബുവിന്റേത് ഗുരുതര അച്ചടക്ക ലംഘനമാണ്, പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തരുതെന്നും ഉത്തരവിൽ പറയുന്നു. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇന്ന് പോലീസിന്റെ ഉന്നതതല യോഗം ചേരുന്ന സാഹചര്യം കൂടി ഇല്ലേ? അപ്പോൾ പോലീസ് ഇങ്ങനെ പലതരത്തിൽ പല വിഷയങ്ങളിൽ എന്താ പറയുക, ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള രൂക്ഷ വിമർശനത്തിനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം DGP രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎസ്പി സാബു ഇത്തരത്തിൽ വിരമിക്കൽ തൊട്ട് മുമ്പ് ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെത്തുന്നതും. ആദ്യം ഈ നടപടിയെക്കുറിച്ച്, പിന്നീട് ഉന്നതതല യോഗത്തെക്കുറിച്ച്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കർശന നിർദ്ദേശത്തിൽ നിന്നാണ് സാബുവിനെ അടിയന്തരമായ സർവീസ് സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ രാത്രിയാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിക്ക് ഡിവൈഎസ്പി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയത്. ഇന്നലെ രാത്രി തന്നെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇറങ്ങി. ആലുവ ഡിവൈഎസ്പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൂടി ഈ പോലീസ് മേധാവി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥർ ഗുണ്ടകളെ സഹായിക്കുക എന്ന ധാരണ പരക്കാനിടയാകുന്നതാണ് സാബുവിന്റെ ഇടപെടൽ. ഇക്കാര്യത്തിൽ ആരോപണവിധേയരായ മറ്റു 3 പോലീസുകാരെ, സാബുവിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 പോലീസുകാരെയും അവരുടെ പേരിലും അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഡ് ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി 3 പേരെയും സസ്പെൻഡ് ചെയ്തതായും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. സാബുവിന്റെ നടപടി ഗുരുതരമായ അച്ചടക്ക ലംഘനവും പോലീസിന്റെ സത്പേരിന് കളങ്കം വരുത്തുന്നതുമാണെന്ന് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന ജനങ്ങളുടെ സമാധാനപരമായ ജീവിതം അപകടത്തിലാക്കുന്ന നടപടികൾക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന ശക്തമായ നടപടികളെ ദുർബലപ്പെടുത്തുന്നതാണ് സാബുവിന്റെ പ്രവൃത്തി. പോലീസ് സേനയുടെയും സർക്കാരിന്റെയും സൽപ്പേരിനും കളങ്കം വരുത്തുകയും അച്ചടക്ക ലംഘനം നടത്തുകയും ചെയ്തതായും പ്രഥമദൃഷ്ട്യ കണ്ടെത്തിയതിനെ തുടർന്നാണ് സാബുവിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി ഇതിനെ കാണണം. കാരണം സംസ്ഥാനത്ത് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള വിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്ന് നേരത്തെ പലതവണ തെളിഞ്ഞതാണ്. പലതവണ ആരോപണം ഉയർന്നു വന്നാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ഗുണ്ടകൾ വ്യാപകമായി പെരുകുന്നു. പുതിയ ഗുണ്ടകൾ ഉദയം ചെയ്യുന്നു. അവരുടെ പല ഇടപാടുകളും ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ നിരവധി വാർത്തകളുണ്ട്. അങ്ങനെ ഗുണ്ടകൾ വീണ്ടും ശക്തമാകുന്നു. ആ ഗുണ്ടകളെ പിടിക്കാനായി പോലീസ് പ്രത്യേക ഗുണ്ടാ വേട്ട നടത്തുന്നു. അതിനിടയിലാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു കുപ്രസ്ത ഗുണ്ടയുടെ വീട്ടിൽ സത്കാരത്തിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായും പോലീസിന് വലിയ നാണക്കേടായി മാറിയ സംഭവമാണിത്. പ്രത്യേകിച്ച് ഗുണ്ടാവേട്ടയ്ക്കിടെ സർക്കാരും ഇത് വളരെ ഗൌരവത്തോടെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ട് സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയത്. അതിന്റെ ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം, ക്രമസമാധാന നിലയൊക്കെ വിലയിരുത്താനാണ് യോഗം വിളിച്ചത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. നമുക്ക് അരുണിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുകയാണ്, സസ്പെൻഷൻ ഈസ് ഓൺലി എ പെയ്ഡ് ലീവ് ഫോർ 6 months എന്ന്. 6 മാസത്തേക്കുള്ള ശമ്പളം കിട്ടുന്ന അവധി മാത്രമാണ് സസ്പെൻഷൻ എന്ന് ശ്രീകുമാർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ ശ്രീകുമാറെ, ഈ ഡിവൈഎസ്പി സാബുവിന്റെ കാര്യത്തിൽ നടക്കാൻ സാധ്യതയില്ല. കാരണം ഈ 30-ാം തീയതി വിരമിക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും വിരമിക്കുന്നതിന് തൊട്ട് മുമ്പ് കിട്ടിയ ഒരു മെഡലായി കരുതണം ആ സസ്പെൻഷൻ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ മയണൈസ്, കുഴിമന്തി അക്കാര്യം പറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് രവീന്ദ്രകുമാർ പറയുന്നു, ഈ മരണം വരുമ്പോൾ മാത്രം ഇങ്ങനെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ? കൃത്യമാണ്, കാര്യമില്ല. ഈ നമ്മൾ അതിൽ കൃത്യമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോവുക, നമ്മളൊരു ജാഗ്രത പുലർത്തുക. നമ്മൾ ഇപ്പോൾ ഒരു മയണൈസൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ല. എങ്കിൽ പോലും പരമാവധി നമുക്ക് വിശ്വാസമുള്ള ഹോട്ടലുകളൊക്കെ പോവുക. ഒരു കാര്യം ഏറ്റവും പ്രധാനം, ഒരിക്കലും ഇന്നലെ വാങ്ങിയ മയണൈസ് പിറ്റേ ദിവസം കഴിക്കരുത്. അത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അതിൻ്റെ ഒരു പരമാവധി ആയുസ്സും സാഹചര്യവും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്താണെങ്കിലും പ്രേക്ഷകർ ഒരുപാട് പേര് ഇങ്ങനെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്യുന്നു ഈ വാർത്തകളിൽ. നമുക്ക് ആ വാർത്തയിലേക്ക് വീണ്ടും പോകാം. വി അരുണിലേക്ക് വീണ്ടും ചേരാമെന്ന് തോന്നുന്നു. അരുൺ സൂചിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ന് പോലീസിന്റെ ഉന്നതതല യോഗമാണ്. DGP, ADGP-മാർ എന്നിവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. നിലവിലത്തെ ക്രമസമാധാന നില സംബന്ധിച്ച വിഷയങ്ങളൊക്കെ ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് കരുതേണ്ടത്. മഴക്കാലം വരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായി എന്നുള്ളതൊക്കെ ഈ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. അരുൺ, കേൾക്കാമോ? ഈ മുഖ്യമന്ത്രി വിളിച്ച ഈ ഉന്നതതല യോഗത്തിൽ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ചയാകുമ്പോൾ
പോലീസിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നാളുകളായി പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം. അതിൽ ചില പ്രശ്നങ്ങളുമുണ്ട്. പലപ്പോഴും പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ അതിനൊക്കെ കാരണമാകുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് നമുക്കെതിരെ കള്ളക്കേസ് എടുത്തൊക്കെ അറിയാമല്ലോ. കൊച്ചിയിൽ ഒരു വൃദ്ധയെ നാട്ടുകാർ സംരക്ഷിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിനെതിരെ കേസെടുക്കുന്ന അസാധാരണമായിട്ടുള്ള സാഹചര്യമൊക്കെ. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഇതുപോലെ വനം വകുപ്പിൻ്റെ പരാതിയിൽ മറ്റൊരു മാധ്യമ പ്രവർത്തനത്തിനെതിരെ അതിരപ്പള്ളിയിൽ കേസെടുത്തിട്ടുണ്ട്. അത് വണ്ടി ഇടിച്ച് കാട്ടുപന്നി റോഡിൽ കിടക്കുന്ന ദൃശ്യം ചിത്രീകരിച്ചതിനാണത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യമൊക്കെ ഒരുപാടുണ്ടാകുന്നു, ഒരുപാട് വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഉറ്റുനോക്കണം. എന്തായിരിക്കും ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ കൂടി എന്ന നിലയിൽ. തീർച്ചയായിട്ടും യോഗം ചേർന്ന ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ യോഗത്തിന്റെ തലേദിവസം സംസ്ഥാനത്തെ പൊതു ക്രമസമാധാന നില ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിക്കുമ്പോൾ അതിന് തൊട്ടുതലേ ദിവസം ഇത്തരത്തിലൊരു ഉന്നത ഉദ്യോഗസ്ഥർ, ഡിവൈഎസ്പി അത്ര ചെറിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹത്തിനെതിരെ ഇത്തരമൊരു നടപടി ഉണ്ടാകേണ്ടി വന്നു. അത് പോലീസിന് നാണക്കേടുണ്ടായി. സ്വാഭാവികമായും ഇന്നത്തെ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ മുഖ്യമന്ത്രി നടത്താൻ തന്നെയാണ് സാധ്യത. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് SAP പരേഡ് ഗ്രൗണ്ടുണ്ട്. ഇവിടെ SAP KAP 3 നിന്ന് പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടക്കുകയാണ്. 7:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഈ പരേഡിനെ അഭിവാദ്യം സ്വീകരിക്കും. സ്വാഭാവികമായും ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ സർവീസിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഉദ്യോഗസ്ഥർ, വളരെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള പോലീസ് സേനയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഉദ്യോഗസ്ഥർ, അവർക്ക് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ മുഖ്യമന്ത്രി നൽകും. ഒരുപക്ഷെ ഇന്നത്തെ സംഭവത്തിന്റെ കൂടി പശ്ചാത്തലം അദ്ദേഹം ഓർമ്മിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അവിടെയും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഉന്നത യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പാണ്. കാരണം അത്രയധികം നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. സംസ്ഥാനത്താകെ പോലീസ് ഗുണ്ടാവേട്ട നടത്തുമ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഗുണ്ടകളുടെ, കുപ്രസിദ്ധ ഗുണ്ടകളുടെ ആതിഥ്യം സ്വീകരിക്കുക എന്നുള്ളത് പോലീസിന് അങ്ങേയറ്റം ചീത്തപ്പേരുണ്ടാക്കുന്ന, പോലീസിന്റെ സത്പേരിന് കളങ്കമുണ്ടാകുന്ന നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ 4-ാം തീയതി നടക്കാൻ പോകുന്നു. അതിനു മുന്നോടിയായി സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാഭാവികമായി യോഗത്തിൽ വിലയിരുത്തും. അക്രമ സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പലയിടത്തും രാഷ്ട്രീയ സംഘർഷങ്ങൾക്കൊക്കെ തുടക്കമിട്ടിരുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം സംഘർഷങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ തുടർ നീക്കങ്ങൾ, തിരിച്ചടികൾ വോട്ടെണ്ണലിന് ശേഷം ഉണ്ടാകുമെന്നൊരു ആശങ്ക പോലീസിന്റെ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്നത്തെ യോഗം വിലയിരുത്താൻ സാധ്യത. സംസ്ഥാനം വലിയ ഒരു മഴക്കാലത്തെ കാത്തിരിക്കുകയാണ്, ആശങ്കയോടുകൂടി കാത്തിരിക്കുകയാണ്. അതിന്റെ ഭീഷണിയുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ട സേനയാണ് പോലീസ്. പോലീസ് വളരെ മാതൃകാപരമായ അത്തരം കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടപെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലും എങ്ങനെ ആ മുൻഗതികൾ പോലീസിന്റെ പങ്ക് വഹിക്കാമെന്ന കാര്യത്തിൽ പക്ഷേ ചർച്ചകളുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പോലീസിന്റെ ഉന്നതതല യോഗം. ശരി, അരുൺ തുടരണം. മറ്റൊരു വാർത്ത കൂടി അരുണിൽ നിന്നും എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ അരുൺ നിൽക്കുന്നത്.